ഇന്ന് നമ്മുടെ പെങ്ങടെ കണ്ണ് കീറാൻ പോവുക. അവളുടെ കണ്ണിലൊരു മുഴയുണ്ട്, അത് ഇച്ചിരി സീനാണ്. അന്നേരം അത് കീറാൻ പോവുക ഇന്ന്. സംഭവം എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇന്നലെ രാത്രി മേലായിരുന്നു. അന്നേരം അമ്മയെ ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെ ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ക്ഷീണവും വയ്യാഴിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. നല്ല വെളുപ്പിനെ നേരം വെളുത്ത് 6 മണിയൊക്കെ ആയപ്പോഴാണ് എത്തുന്നത്. അന്നേരം അമ്മയെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇളയാളെ ഞാൻ കൂടെ കൊണ്ടുപോകും. മൂത്താളെ ഇവിടെ നിന്നോളും, ഇളയാളെ ഞാൻ കൂടെ കൊണ്ടുപോകും. എന്തുവാവുമെന്നൊരു പിടിയില്ല. അവൻ ഇന്നെന്നെ കൊല വിളിച്ച് വെക്കും. സീതമോള് നമ്മുടെ മൂത്താൾ ഇന്നലെ എന്നെയും കൊണ്ട് അവൾക്ക് എന്തൊക്കെയോ വേണമെന്നും പറഞ്ഞ് എന്നെയും കൊണ്ട് ഒറ്റ പോക്കങ്ങ് പോയി. നേരെ കുന്നിക്കോട് എന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം മേടിച്ചു കൊടുത്തിട്ടാണ് വന്നത്. എന്നിട്ട് ഇളയാൾ ആ ഒരു പ്രശ്നമില്ല, പക്ഷെ അവൻ എനിക്ക് ഇരിക്കാനും നിൽക്കാനും ഒരു സമയം തരത്തില്ല. എന്നെ ഇന്ന് അവൻ പൊങ്കാല ഇടുന്ന ലക്ഷണമാണ്. നമുക്കൊന്ന് നോക്കാം. ചോദിക്കാൻ നിനക്ക് ടെൻഷൻ ഉണ്ടോന്ന്? ഇനി നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇത് മരയിപ്പിക്കത്തില്ല ഇതിങ്ങനെ ഇരുന്ന്. ഞാനും കണ്ണിലിൻ്റെ മുകളിൽ അരിമ്പാറ ഉള്ളതുകൊണ്ട് അതിൻ്റെ മരുന്ന് വെച്ചേക്കും. ഇതും ഒരു അരിമ്പാറ വന്നിട്ട് അമ്മ തന്നൊരു മരുന്ന്. എന്തുവായിരുന്നടി ആ മരുന്നിൻ്റെ പേര്? അന്നേരം അത് തേച്ചിട്ടുണ്ട്. അവളുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ട്. കിളി പോയി നിൽക്കുക. ആ കണ്ണൊന്ന് കാണിച്ചു കൊടുത്തേടി. ഇതാണ് അവസ്ഥ. നല്ല ടെൻഷനിലാണ് ആള്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യം നോക്കാം. അല്ല അവൻ എന്നെ ഏത് കോലത്തിലാക്കി വെക്കും, ഈ പോന്ന സാധനം ഏത് കോലത്തിൽ തിരിച്ചിറങ്ങി വരും, നമുക്ക് നോക്കാം. ഹോസ്പിറ്റലിൽ എത്താറായി. ദേവിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടോ? ദേവിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടോ? എന്താവുമെന്ന് നമുക്ക് നോക്കാം. അവൻ എന്തായാലും ഉറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആശാത്തിക്ക് വല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കൂടത്തുള്ളി തുള്ളി തുള്ളി പോടി ദേവി. അവള് തുള്ളി കേട്ടില്ല. കാവടി തുള്ളി പോയതാ. അതേപോലെ എന്താവുമെന്ന് ഇപ്പൊ നോക്കിക്കണം. ഇന്ന് എന്തെങ്കിലും ഒക്കെ സംഭവിക്കും. ഇവിടെ വണ്ടിന്ന് ഇറങ്ങുകയാണ്. അവള് പോയി കൺസെന്റ് ഒപ്പിടാൻ ഞാൻ പോകണം. അന്നേരം ഞാൻ വണ്ടി ഒതുക്കിയിടട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലെങ്കിൽ ഈ കണ്ണ് കീറിയിട്ട് ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാ ഇവനെ കൊണ്ട് ഇവിടെ ഇരിക്കുന്നതെന്ന്. എന്നിട്ട് ഇവള് പറയാ ഈ കണ്ണ് കീറിയിട്ട് അത് ചിലപ്പോൾ കൊണ്ടുവന്ന് കാണിച്ചു തരുമെന്ന്. ഇത് എത്രയുണ്ടെന്ന് ആ പഴുപ്പ് കൊണ്ടുവന്ന് കാണിച്ചു തരുമെന്ന്. ഇത് പേടിച്ച് സൈക്കോ ആയിപ്പോയി. സൈക്കോ ഒന്നാമതേ ബുദ്ധി ഇല്ലാത്ത കൊച്ചാ. ഇപ്പൊ പേടിച്ചിട്ട് മൊത്തം ബുദ്ധി പോയി. കണ്ടോ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ബ്ലിങ്ക് കണ്ണ് കാണിയിട്ട് നല്ല രസമായിട്ട് ഞാനിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുക. കണ്ണിന്റെ പഴുപ്പ് കീറിക്കൊണ്ടൊന്ന് കാണിച്ച് ചിലപ്പോ കാണിച്ചു തരുമെന്ന്. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല, നമുക്കറിയില്ലല്ലോ. പോകുന്നതൊക്കെ നല്ല രസമാണ്. അകത്തോട്ട് വിളിച്ചിട്ട് അങ്ങനെ അകത്തോട്ട് പോയി. അന്നേരം ഞാനും മോനെയും കൊണ്ട് ഇങ്ങനെ പോയിരുന്നു. ആശാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച്, പക്ഷേ ഉറങ്ങാനുള്ള മട്ട് തന്നെ. ആ കണ്ണിൻ്റെ ആ ഒരു ഇതൊക്കെ ഉറങ്ങാനുള്ള ഇത് തന്നെ. ഉറങ്ങുമെന്നാണ് വിശ്വാസം. അതോ ഇനി എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി എണ്ണീക്കോ, എന്നെ ഒരു പരുവാക്കും. വികൃതി കാണിച്ചു തുടങ്ങിയ പിന്നെ അവളെ എന്തായാലും ഞാൻ നല്ലപോലെ പേടിപ്പിച്ചാ വിട്ടേക്കുന്നത്. ഒരു രസം, ഒരു മനസ്സുഖം. ഒരു വട്ടം ചെയ്തതാ, എന്നാലും വീണ്ടും ഞാനിങ്ങനെ ഒന്ന് എടി ഒരു വട്ടം ചെയ്ത ഇനി മരയിപ്പിക്കത്തില്ല, മറ്റേതാ പറിച്ചതൊക്കെ പറഞ്ഞു. അവളിത് ദേവ ചുമ്മാ ഇരിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. എന്തായാലും അവള് വരുമ്പോൾ അവളുടെ അവസ്ഥ നമുക്ക് നോക്കാം. അവളിനി വന്നിട്ട് എന്നെ കൊല്ലുവോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും അവള് പേടിക്കുന്ന പോലൊന്നുമില്ല. നമ്മള് പുനലൂര് ഭാരത് ഐ ആശുപത്രി ഉണ്ട് കണ്ണിന്റെ, അവളാണ് വന്നേക്കുന്നത്. മരയിപ്പിച്ചിട്ട് എന്നാ ചെയ്യുന്നേ. പക്ഷെ അവളെ ഒന്ന് ടെൻഷൻ അടിപ്പിച്ച് വിട്ടപ്പോ ഒരു സുഖം. എന്തായാലും അവള് വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. മോങ്ങാണി ചെടി ലവ ഓണം തന്നെ ഒരു വഴിയാക്കി. സത്യം പറഞ്ഞാൽ ദേഷ്യമാ വന്നേ. അങ്ങനെ കിടന്ന് കരയുക. ഇപ്പൊ വല്ല കുഴപ്പമുണ്ടാകും നോക്ക്. കുരുട്ട് നല്ല സുഖമുണ്ട് കേട്ടോ ദേവിക്ക്. ഇല്ലേ മോളെ? ഒരു യോ പറ, ഒരു യോ പറയടി. നല്ല രസമല്ലേ? ഇവൻ കാണുന്നതാണെന്നല്ല, ഇവന്റെ ലീലാവിലാസങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നെ കൊല്ല ചെയ്തവൻ.
എന്നിട്ട് വല്ല കൂസലും ഉണ്ടോ നോക്ക് കൂരിട്ട്. പാവം പിടിച്ച മട്ട ഇപ്പോ. അവന്റെ ആ വേല കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. എന്നാലും ദേവിക്ക് സൂപ്പറായി, ഉഷാറായി. നമുക്ക് അതൊക്കെ അങ്ങനെയൊക്കെയാ. ഓക്കെ, ഇനി എന്തായാലും വീട്ടിലോട്ട് പോവാ. നമുക്ക് ഇച്ചിരി സാധനം മേടിച്ചോണ്ട് വീട്ടിലോട്ട് പോകും. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിലാണ്. ബൈ.